ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ലൊക്കേഷനൊക്കെ ചെറുതായിട്ടൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. എപ്പോഴും നിങ്ങൾക്ക് ഒരു വേറെ ലൊക്കേഷനായി കാണുമ്പോൾ ഒരു ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക. നമ്മുടെ നാട്ടിൽ നല്ല മഴയും കാറ്റും ഒക്കെ ആണെന്ന് എനിക്കറിയാം. ഇവിടെ നല്ല ചൂടാണ് കേട്ടോ. ഇവിടുത്തെ ചൂട് ഒരു രക്ഷയില്ല. നാട്ടിൽ നല്ല തണുപ്പായി പോകണം, നല്ല ചൂടായി. അപ്പം അത്രേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളിലോട്ടൊക്കെ നമുക്ക് പിന്നെ കിടക്കാം. ഇപ്പം നമ്മളുടെ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന സംഭവം എല്ലാവർക്കും ഒരുപോലെ ആഗ്രഹമുള്ള കാര്യമാണല്ലേ. ഒരു ജോലി കിട്ടുക, ആ ജോലി നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്, അതൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്താലായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ, ഗ്രാറ്റിറ്റ്യൂഡ്, അഫർമേഷൻസ്, വിഷ്വലൈസേഷൻ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇടാറുണ്ട്. അപ്പോൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ വഴി നമുക്ക് എങ്ങനെ നല്ലൊരു നമ്മളുടെ ഡ്രീം ജോബ് കണ്ടുപിടിക്കാം എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ജോബ് ആഗ്രഹിക്കുന്നവരും നല്ലൊരു എന്താ പറയുക നല്ലൊരു ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരൊക്കെ എന്തായാലും മറക്കാതെ എൻ്റെ വീഡിയോസ് കാണാനായിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞെന്താ, ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. എല്ലാവർക്കും ജോലി അത്യാവശ്യമാണ്. എനിക്കൊരു ജോലി വേണം, സ്വന്തം കാലിൽ നിൽക്കണം, ഏർണിങ്സ് വേണം, എല്ലാ മാസവും കുറച്ച് സേവ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അടിപൊളിയല്ലേ. അപ്പോൾ എല്ലാവർക്കും അത് ആഗ്രഹമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ വഴി നമ്മൾ എങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ വലിച്ചു നീട്ടുന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ എപ്പോഴും പറയാറുണ്ട് അഫർമേഷൻസ് യൂസ് ചെയ്യണം, അതുപോലെ ജേർണലിങ് എഴുതണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ. എപ്പോഴും നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിലൊരു വിശ്വാസം വേണം. വെറുതെ നമ്മളതിൽ വിശ്വസിക്കാതൊന്നും ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ കുറച്ച് ബിലീവ് ചെയ്യുക, പിന്നെ നമ്മൾ നല്ല ട്രസ്റ്റ് കൊടുക്കുക. ആദ്യം നമ്മൾ ഒരു ഇത് വേണം കേട്ടോ. ഞാൻ എന്നിൽ വിശ്വസിക്കുന്നുണ്ട്, എനിക്ക് ക്യാപ്പബിൾ ആണ് ഇതൊക്കെ ചെയ്യാനായിട്ടെന്നുള്ളൊരു വിശ്വാസം നമ്മളിൽ വേണം. എനിക്കതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ച് നമുക്കത് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ ചിലപ്പോൾ നമ്മളൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവർ പലതും പറയും ചിലപ്പോൾ. അതായത് മറ്റുള്ളവർ പറയുന്നത് ഫുള്ളായിട്ട് ഇഗ്നോർ ചെയ്യാനല്ല ഞാൻ പറയുന്നത്, പക്ഷേ മറ്റുള്ളവർ പല ഡിസിഷൻസ് പറയും. പക്ഷെ നമുക്ക് എന്താണോ തോന്നുന്നത് അത് മാത്രം ചെയ്യാം കേട്ടോ. അങ്ങനെ ഞാൻ പറയുന്നത് അഫർമേഷൻസ് നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏത് ജോലി കിട്ടണം, ഏതാണ് ഡെസിഗ്നേഷൻ, ഏത് ലൊക്കേഷൻ ആയിരിക്കണം, നിങ്ങൾക്ക് ഡെയിലി മര്യാദയ്ക്ക് പോകാൻ പറ്റുന്നൊരു ലൊക്കേഷൻ ആവണമല്ലോ, അതും പിന്നെ നല്ല എൻവിയോൺമെൻറ്റ്, നല്ല കൊളീഗ്സ്, നല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാലറി, ഇതൊക്കെ നിങ്ങൾ അങ്ങോട്ട് കറക്റ്റ് എഴുതണം. കറക്റ്റ് ഇത്ര സാലറിയിൽ നല്ല ഇത്രയും ഇങ്ങനത്തെ ഒരു എൻവിയോൺമെൻ്റ് ഉള്ള നല്ല കൊളീഗ്സിനെ കിട്ടുന്ന ഗുഡ് കൊളീഗ്സ് ആയിട്ടുള്ള ഡെയിലി എനിക്ക് ജോബിൽ ഹെൽത്തി ആയിട്ട് പോയി വരാൻ പറ്റുന്ന ഒരു ജോബ് എനിക്ക് തന്നതിന് താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നാളെ മുതൽ ഒരു 21 ദിവസം അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരും. പിന്നെ ഇൻ്റർവ്യൂ കോൾസും അതുപോലെ ഓഫർ ലെറ്റർ വരുന്നതും ഇതൊക്കെ ഒന്ന് വിഷ്വലൈസ് ചെയ്യുക, അപ്പോഴും മാറ്റങ്ങൾ വരും. അപ്പോൾ ഈ പറഞ്ഞ എഴുതുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാനും പറ്റും. വിഷ്വലൈസ് ചെയ്യുമ്പോഴും മാറ്റങ്ങൾ ഉറപ്പായിട്ടുണ്ടായിരിക്കും കേട്ടോ. എനിക്ക് ഇതിൻ്റെ മാറ്റങ്ങൾ പറഞ്ഞിട്ട് എനിക്ക് തന്നെ കുട്ടികൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇൻ്റർവ്യൂ കിട്ടാണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞാൻ തന്നെ അഫർമേഷൻസ് ഒക്കെ കേൾക്കാറുണ്ട്. അഫർമേഷൻസ് പറയണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കേട്ടാൽ മാത്രം മതി. യൂട്യൂബിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അഫർമേഷൻസ് കിട്ടും. അതിനടിയിലുള്ള കമൻസ് നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ മതി. ഒരുപാട് പേരുടെ എന്താ പറയുക സക്സസ് സ്റ്റോറീസ് അതിൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് മോട്ടീവ് ആവും. വേറെ എങ്ങോട്ടും പോകണ്ട. നമുക്ക് സോഷ്യൽ മീഡിയ, നമുക്ക് ഇൻ്റർനെറ്റ്, നമുക്ക് എല്ലാം ഉള്ള കാലമല്ലേ. അപ്പോൾ നമുക്ക് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാം. പിന്നെ ഓഫർ ലെറ്റർ കിട്ടാൻ വേണ്ടി നമ്മൾ ഒരുപാട് കൊതിക്കുന്നതല്ല എല്ലാവരും, ജോലി ആഗ്രഹിക്കുന്നവർ. ഈ ഓഫർ ലെറ്ററെ കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കുക. ഓഫർ ലെറ്റർ എങ്ങനെയായിരിക്കണം, എന്തൊക്കെ ആയിരിക്കണം അതിൽ, എന്താണ് എൻ്റെ ജോയിനിങ് ഡേറ്റ്, ഞാൻ ഏത് പൊസിഷനിലുള്ള ഒരു ഓഫർ ലെറ്റർ ആയിരിക്കണം എനിക്കിന്നൊക്കെ ഒന്ന് ചിന്തിക്കുക. എന്നിട്ട് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ തന്നെ ഒരുപാട് മാറ്റം വരും. പിന്നെ പ്രാർത്ഥന മാത്രമല്ല, നമ്മൾക്ക് റെസ്യൂം ഉണ്ടല്ലോ, ഈ റെസ്യൂം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. അതിലൊരുപാട് അപ്ഡേറ്റ് ചെയ്ത് കൊളാക്കണം എന്നല്ല, നിങ്ങളിപ്പോൾ എന്താണോ ചെയ്ത് വെച്ചിരിക്കുന്നത് അതൊന്ന് അപ്ഡേറ്റ് ചെയ്യുക. എന്നിട്ട് ഡെയിലി അപ്ലൈ ചെയ്യുക. ഡെയിലി ഒരു 20 ജോബിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു റിസൾട്ട് വരാണ്ടിരിക്കില്ലല്ലോ. ഡെയിലി കിട്ടുന്ന എല്ലാത്തിനും കയറി നിങ്ങൾ അപ്ലൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും നിങ്ങൾക്ക് മാറ്റങ്ങൾ വരും കേട്ടോ. ഇതുവഴി ഒരുപാട് മാറ്റങ്ങൾ വരും. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഹാർഡ് വർക്കുണ്ട്, നമ്മൾ ആക്ഷൻ എടുക്കണം. പിന്നെ നമ്മളുടെ പ്രാർത്ഥനയും ഇതിനൊരു ഫലമായിട്ട് മാറും. പിന്നെ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക. നെഗറ്റീവ് ആവും നമ്മൾ, പക്ഷേ എപ്പോഴും പോസിറ്റീവായിട്ട് നമ്മളിൽ ഭയങ്കര വിശ്വാസമായിട്ട് ഇരിക്കുക. എപ്പോഴും അഫർമേഷൻസ് ലിസൺ ചെയ്യുക. അപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ചേഞ്ചസ് ഉണ്ടാവും. ഇത് പറയാനായിരുന്നു ഞാൻ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. ഇപ്പം അടുത്തടുത്ത് തന്നെ ആയിട്ട് ഞാൻ ഇൻഫോ പാർക്കിൻ്റെ വീഡിയോസ് കിട്ടിയിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് കുറേ കുട്ടികളൊക്കെ എനിക്ക് മെസ്സേജ് അയക്കാണ്ട് ലിങ്ക്ഡിൻ ത്രൂ ഒക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ജോലി കിട്ടിയ കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ ഒരു കാര്യത്തിൽ വേണ്ടി ഇങ്ങനെ ആ കാര്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്താൽ അത് നമുക്ക് എന്തായാലും കിട്ടൂലേ.
ചിലപ്പോൾ 1 വർഷം എടുക്കും, 2 വർഷം എടുക്കും, 6 മാസം എടുക്കും, 1 മാസം എടുക്കും, അതൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. പക്ഷേ ചേഞ്ചസ് വരും നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. നമ്മളിലും കുറച്ച് ആക്ഷൻസ് വേണം. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ CV-യിൽ കുറേ സ്കിൽസൊക്കെ ആഡ് ചെയ്യുമല്ലോ. ഇപ്പോൾ ഈ സ്കിൽസിനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും ധാരണ ഉണ്ടോ എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. പിന്നെ എന്തെങ്കിലും പഠിക്കാണ്ട് അതുവഴി എന്തെങ്കിലും പഠിക്കണം എന്നുണ്ടെങ്കിൽ അത് പഠിക്കുക. പിന്നെ അതുപോലെ നല്ല കവർ ലെറ്റർ പ്രിപ്പയർ ചെയ്യാൻ പഠിക്കുക. ഓരോന്നും നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത്, ഓരോ വേക്കൻസിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിനനുസരിച്ച് കവർ ലെറ്റർ ഒന്ന് മാറ്റി പിടിക്കുക. ഇപ്പോൾ ChatGPT ഒക്കെ ഉള്ള സമയമാണല്ലോ, അതിനനുസരിച്ച് കവർ ലെറ്ററൊക്കെ ഒന്ന് മാറ്റി പിടിക്കുക. അതുപോലെ തന്നെ CV അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസ്, നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ എങ്ങനെ പറയണം, ഇപ്പോൾ ഏത് പോസ്റ്റിലേക്കാണോ പോകുന്നത്, അപ്പോൾ ആ പോസ്റ്റിൽ അവർക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ച് ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് നമ്മളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് തുടങ്ങാം. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരും കേട്ടോ. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. എന്ന് വെച്ചിട്ട് എനിക്ക് ഭയങ്കര സംഭവമായിട്ട് കുറേ ജോലി കിട്ടി, കുറേ ഇൻ്റർവ്യൂസ് ഞാൻ ക്ലിയർ ചെയ്തു എന്നൊന്നുമല്ല. ഞാൻ നല്ല സ്ട്രഗ്ലിങ് സ്റ്റേറ്റിലൂടെ UAE-യിൽ കടന്നു പോയിട്ടുള്ള വ്യക്തിയാണ്. എൻ്റെ UAE ജോബ് റിലേറ്റഡ് ജേണിയൊക്കെ എനിക്ക് ഒരുപാട് പറയാനായിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിൻ്റെ ഒരു രീതിക്കൊന്നും എത്താത്തതുകൊണ്ടാണ് ഞാനൊന്നും പറയാത്തത്. എന്തായാലും ലോ ഓഫ് അട്രാക്ഷൻ വഴി നിങ്ങൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം. മാറ്റങ്ങൾ എന്തായാലും നമുക്ക് കൊണ്ടുവരാം കേട്ടോ. നിങ്ങളൊന്ന് നോക്കുക. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ നിങ്ങളൊന്ന് എൻ്റെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്കൊക്കെ, വ്യക്തികൾക്ക് ഇത് റിലേറ്റഡ് കാര്യങ്ങൾ താല്പര്യമുള്ള വ്യക്തികളുണ്ടായിരിക്കുമല്ലോ, അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോഴേ അവരല്ലേ ഇതൊക്കെ കേൾക്കുള്ളൂ. അപ്പോൾ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്താണ് എക്സ്പീരിയൻസ് എന്ന് പറയാം. എപ്പോഴും പ്രാർത്ഥിക്കുക, നല്ലൊരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നമുക്ക് കീപ്പ് ചെയ്ത് പോകാൻ പറ്റട്ടെ, നല്ല ഫൈനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാവട്ടെ എന്നൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുക. പിന്നെ ഇതുപോലെ വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും മാറ്റങ്ങൾ വരും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പിന്നെയും കാണാം. ബൈ.